നമസ്കാരം. നമ്മൾ വഴുതനങ്ങ ഉണങ്ങി അരിഞ്ഞ് വെയിലത്തിട്ടത്. അപ്പോൾ നമുക്കത് അച്ചാറിടാം. നമുക്ക് അച്ചാറിടുമ്പോൾ എങ്ങനെ വേണോ ഇടാം. നമ്മൾ വഴുതനങ്ങയിൽ ഉപ്പിട്ട് വെച്ചിട്ടുണ്ട്. എന്നാലും ഈ ഉള്ളി മൂക്കാൻ വേണ്ടി കുറച്ച് ഉപ്പിടെ ഇട്ട് കൊടുക്കാം. അച്ചാറുണ്ടാക്കുന്നത് ഏത് രീതിയിൽ വേണോ നമുക്കുണ്ടാക്കാം. ഞാൻ സവാള ചേർക്കും. അപ്പം നമുക്ക് അരപ്പ് കൂട്ട് ഉണ്ടാക്കുന്നതിനാണ് പ്രധാനം. ഒരു ദിവസം വെളുത്ത് വെച്ചാൽ മതി. നമ്മളെ വഴുതനങ്ങ ഉണ്ടാകും. നീല വഴുതനങ്ങയാണ് എടുത്തത് കേട്ടോ. ഒരു ദിവസം വെയിലത്ത് വെച്ചിട്ട് രാവിലെ വെച്ചിട്ട് വൈകിട്ട് അച്ചാറിടണം. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ പൊടികൾ ചേർക്കുമ്പോൾ ഇഷ്ടപ്പെട്ട പൊടികൾ ചേർക്കാം. പിന്നെ നമ്മളിതിൽ മഞ്ഞൾപ്പൊടിയും ഉപ്പുപൊടിയും ചേർത്തിട്ടുണ്ട്. പിന്നെ ഉള്ളി മൂക്കട്ടെ, ഉള്ളി മൂക്കാൻ വേണ്ടി കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കണം. പൊടികൾ ഇഷ്ടപ്പെട്ട പൊടികൾ ചേർക്കാം. പിന്നെ എരിവ് കുറച്ച് ചേർത്താൽ മതി. പിന്നെ പുളിപ്പിന് നാരങ്ങ നീര് ചേർക്കാം. അതും ഇഷ്ടമുള്ളത് പുളിപ്പ് എന്താണെന്ന് വെച്ചാൽ അത് ചേർക്കാം. ഉള്ളി മൂത്ത് വരെയാണ്, കരിഞ്ഞു പോകരുത്. ചെറിയ ഉള്ളിയാണ് നല്ലത് കേട്ടോ. ചെറിയ ഉള്ളി തൊളിച്ചെടുക്കാൻ സമയമുള്ളവർ അത് ചേർക്കുക, അല്ലെങ്കിൽ വലിയ ഉള്ളി ചേർക്കുക. ലേശം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഞാൻ ചേർക്കും. കറിവേപ്പില, കായം. ഈ പരുവാകുമ്പോഴത്തേക്ക് തീ അണയ്ക്കണം. തീ അണച്ച് വെച്ചിട്ട് ലേശം മഞ്ഞൾപ്പൊടി, നമ്മൾ മഞ്ഞൾപ്പൊടി ആദ്യം ഇട്ടിട്ടുണ്ട്. കുറച്ച് മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് കറിവേപ്പില, കായപ്പൊടി, ഇത്രയും മിക്സ് ചെയ്ത് തീ അണച്ച് വെച്ചിട്ട് വേണം അതൊക്കെ ചെയ്യാൻ. കുറച്ച് ഉലുവപ്പൊടി കൂടെ ചേർക്കാം. കരിക്കിൻ്റെ വിനീഗറാണ് ഞാൻ ഉപയോഗിക്കുന്നത്. നാരങ്ങ നീര് ഉപയോഗിക്കാം. ഓക്കെ. അപ്പോൾ അത് കുറച്ച് വഴുതനയ്ക്കുള്ള അരപ്പ് കൂട്ട് റെഡിയായി. കണ്ടല്ലോ, നല്ലൊരു അരപ്പ് കൂട്ടാണ്. ഈ അരപ്പ് കൂട്ട് എല്ലാ അച്ചാറിനും ഉപയോഗിക്കാം. മല്ലിപ്പൊടിയൊക്കെ ഓരോരുത്തരും ഇഷ്ടമാണ്. മല്ലിയൊക്കെ കഴിക്കണം കൂടുതൽ, ഗ്യാസിനൊക്കെ നല്ലതാണ്. അതുകൊണ്ട് മല്ലിപ്പൊടി ചേർക്കണോണ്ട് കുഴപ്പമില്ല. ഇതേ മെത്തേഡിൽ ഇട്ട് കഴിഞ്ഞാൽ സൂപ്പറായിട്ട്. എന്നുവെച്ചാൽ അച്ചാർ കുറച്ച് ദിവസമേ വച്ചിരുന്ന് ഉപയോഗിക്കാവൂ. ഒരുപാട് നാൾ വച്ചേക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ നമ്മൾ വഴുതനങ്ങ റെഡി. നമുക്കത് അതിലോട്ടിട്ട് ഇളക്കിയെടുക്കാം. അരപ്പ് കൂട്ട് നല്ല മണം. അപ്പോൾ നമ്മളെ വഴുതനങ്ങ അച്ചാർ റെഡി. എളുപ്പം കൂട്ടി തീർക്കണം. ഒറ്റ ദിവസം കൊണ്ട് ഉണക്കി. വലിയ ഉണക്ക് വേണ്ട, ചെറിയ ഉണക്ക് മതി. എന്നിട്ട് ഇതേപോലെ റെഡിയാക്കി എടുക്കണം. സൂപ്പറാണ്. അത് ഇന്ന സാധനമാണെന്ന് ആരും പറയില്ല. നമ്മളെ അരപ്പ് കൂട്ടുണ്ടാക്കും പോലെ ഇരിക്കും. അപ്പോൾ ഓക്കെ. ഏത് വഴുതനയും ഇതേപോലെ ചെയ്തെടുക്കാം. അപ്പോൾ സൂപ്പർ അച്ചാറാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ ഏത് വഴുതനയും ചെയ്തെടുക്കാം. അതപ്പോൾ ഇതേപോലെ ഉണ്ടാക്കി എടുത്തിട്ട് അഭിപ്രായം പറയുക കഴിച്ചിട്ട് കേട്ടോ. സൂപ്പറാണ്. കണ്ടാൽ എന്തെന്ന് തോന്നും. പിന്നെ അരപ്പ് കൂട്ടൊക്കെ ചേർക്കുമ്പോൾ തീ അണച്ചിട്ട് വേണം ചേർക്കാൻ. അരപ്പ് കൂട്ടിനൊന്നും വലിയ തീ വേണ്ട. നല്ല മണമുണ്ട് കേട്ടോ, നല്ല മണമുണ്ട്. ഇതൊക്കെ ടിന്നിലിട്ട് വച്ച് കഴിഞ്ഞാൽ അടപ്പ് തുറക്കുമ്പോൾ തന്നെ നല്ല മണമാണ്. പിന്നെന്താണ്, പിന്നെ ഇത് ഓഫീസിലൊക്കെ ചോറുണ്ടാൻ അടിപൊളിയാണ് കേട്ടോ. നല്ല ഓഫീസിലൊക്കെ ചെന്നിരുന്ന് അടപ്പ് തുറക്കണം. നല്ല മണമാണ് കേട്ടോ, നല്ല സൂപ്പറാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി കഴിച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയുക. എന്ത് സാധനമാണെന്ന് പറയുമോ, ഇന്നതാണ് എന്ന് പറയുമോ. കായമൊക്കെ കൂടുതൽ ചേർക്കണം. ഉലുവപ്പൊടി എല്ലാമൊക്കെ ചേർത്ത് വരുമ്പോൾ നല്ല അടിപൊളി മണമുണ്ട്. ഓക്കെ. മണവും ഗുണവും ഉണ്ട്. ഓക്കെ, താങ്ക് യു. ചാലക്കുടിയിൽ നിന്നും ലീലാമണി.
എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കേ.